ഹലോ എല്ലാവർക്കും നമ്മുടെ ഈല ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഞാനിന്ന് ഏതൊക്കെ പ്ലാന്റ്സാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നോക്കാം. വീഡിയോ ഇഷ്ടമായ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മളിനിയും പുതിയ പുതിയ പ്ലാന്റ്സും വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി നിങ്ങൾ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഈ ഒരു വെറൈറ്റിയാണ്. ഇത് നമ്മുടെ ലക്കി ബാമ്പു എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് തന്നെയാണ്. ഇത് നമുക്ക് വീട്ടിൽ ഇൻഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റാണ്. ഈ പ്ലാന്റ് വീട്ടിൽ വെക്കുന്നത് നല്ലതാണെന്നൊക്കെ പറയാറുണ്ട്. നമ്മുടെ ടേബിളിലോ അല്ലെങ്കിൽ ടി വി സ്റ്റാൻഡിലോ ഓഫീസിലോ ഒക്കെ സെറ്റ് ചെയ്യാൻ, ഷോപ്പിലൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയൊരു പ്ലാന്റാണ്. ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. പിന്നെ പ്ലാൻസ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിൽ അയച്ചുതരാം. നമ്പർ ഞാൻ കൊടുത്തേക്കാം. പിന്നെ നമ്മൾ മാക്സിമം പ്ലാൻസ് ഹോൾഡ് ചെയ്യില്ല. ഞാൻ മെസ്സേജ് അയക്കുന്നവരൊന്ന് വെയിറ്റ് ചെയ്യുക. ഞാൻ പ്ലാൻസ് അവൈലബിൾ ആണെന്ന് അറിയുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി ഗൂഗിൾ പേ നമ്പർ അയച്ചു തരും. അപ്പോൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് പേയ്മെൻറ്റിൻ്റെ സ്ക്രീൻഷോട്ടും നിങ്ങളുടെ ഫുൾ അഡ്രസ്സും അയച്ചു തരാം. ചില കസ്റ്റമർ നമ്മൾ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുമ്പോൾ ഓക്കെ എന്ന് മാത്രം അയക്കും. പേയ്മെൻറ്റൊന്നും ചെയ്യാത്തതുകൊണ്ട് നമ്മൾ പിന്നീട് വേറെ ഏതെങ്കിലും കസ്റ്റമേഴ്സിന് പ്ലാന്റ് കൊടുത്തതിന് ശേഷം പ്ലാൻസ് വേണമെന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടാവില്ല. അപ്പോൾ അത് ഞാൻ എടുത്ത് പറയാണ്. അപ്പോൾ ഈ ഒരു ബാമ്പൂവിൻ്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് 160 ആണ്. നെക്സ്റ്റ് വരുന്നത് ഒരു കലാത്തി വെറൈറ്റിയാണ്. കലാത്തിയിൽ ഡാർക്ക് ഗ്രീനും ഒരു പിങ്ക് ഷെയ്ഡും വരുന്നൊരു പ്ലാന്റാണ്. നല്ല രസമുള്ളൊരു വെറൈറ്റിയാണ്. ഈ പ്ലാന്റ്സിനൊക്കെ പെട്ടെന്ന് തന്നെ ഷൂട്ട്സ് വരുന്നുണ്ട്. നല്ല രസമായിട്ട് നിൽക്കുന്നൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ്സൊക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റൊക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിൽ അയച്ചു തരാം. നമ്പർ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കൊറിയർ വരുന്നത് DTDC വഴിയായിരിക്കും. പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷനും ആയിരിക്കും. മാക്സിമം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം വീഡിയോ ഫുള്ളായിട്ട് കാണാതെ ഞാൻ കുറേ കമൻറ്റൊക്കെ കണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 90 രൂപയുടെ സീഡ്ലിങ്ങിൻ്റെ വീഡിയോ, ആഗ്ലോണിമ സീഡ്ലിങ്സിൻ്റെ വീഡിയോ ചെയ്തപ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് എവിടെ 90 രൂപയുടെ പ്ലാന്റ് എന്നൊക്കെ ചോദിച്ചിട്ട് ഞാനൊരു കമൻറ്റ് കണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഫുള്ളും കണ്ടാൽ മാത്രമേ പ്ലാന്റ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വെറൈറ്റി വന്നിട്ട് ഈ ഒരു പ്ലാന്റാണ്. നല്ല രസമുള്ളൊരു വെറൈറ്റിയാണ്. നല്ല ഭംഗിയായിട്ടുള്ളൊരു വെറൈറ്റിയാണ്. ഓർബിഫോളിയ എന്ന് പറഞ്ഞ പ്ലാന്റാണ്. ഈ ഒരു പ്ലാന്റും നമുക്ക് മഴയത്തൊക്കെ വെച്ചാലും നല്ല രസമായിട്ട് നിൽക്കുകയും ചെയ്യും. പിന്നെ പെട്ടെന്ന് തന്നെ ഷൂട്ട്സ് വരുന്നൊരു വെറൈറ്റിയാണ്. അങ്ങനെ പ്ലാന്റ് പെട്ടെന്ന് നശിഞ്ഞൊന്നും പോവില്ല. ഈ ഒരു വെറൈറ്റി നിറയെ ഷൂട്ട്സ് വരാറുണ്ട്. ഇപ്പോൾ ഈ ഒരു 2 ലീഫ് വെച്ചിട്ട് നട്ടിട്ടും ഇതിനും 2 ഷൂട്ട്സ് വെച്ച് വരുന്നുണ്ട്. 100 രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് റാറ്റിൽ സ്നേക്ക് എന്ന് പറഞ്ഞൊരു കലാത്തി പ്ലാന്റ് ആണ്. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. നല്ല നാരോ ആയിട്ടുള്ള ലീഫും അതുപോലെ തന്നെ ലീഫിൻ്റെ പാറ്റേൺ കാണാനും നല്ല രസമാണ്. നല്ല ഡാർക്ക് ഗ്രീനും അതുപോലെ തന്നെ ലൈറ്റ് ഗ്രീനും വരുന്നൊരു വെറൈറ്റിയാണ്. നല്ല രസമുള്ളൊരു പ്ലാന്റ് തന്നെയാണ്. ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സ് ഒക്കെ ആയിരിക്കും നമ്മൾ ഈ കലാത്തി പ്ലാന്റിൻ്റെ ഈ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത്. ഇത് നമുക്ക് ഇൻഡോറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് തന്നെയാണ്. നല്ല രസമായിട്ട് നിൽക്കും. 90 രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ്. കലാത്തി ക്രിംസൺ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഔട്ട്ലൈൻ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡും സെൻട്രലായിട്ട് നല്ലൊരു പിങ്ക് ഷെയ്ഡും വരുന്നൊരു വെറൈറ്റിയാണ്. ഇതുപോലത്തെ ഈ ഒരു സൈസ് പ്ലാന്റൊക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. എല്ലാവർക്കും വലിയ പ്ലാന്റ് വേണ്ടാന്ന് പറയുന്നതുകൊണ്ടാണ് നമ്മൾ ചെറിയ പ്ലാന്റ്സ് കൊണ്ടുവരുന്നത്. ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സ് ഒക്കെ ആയിരിക്കുള്ളൂ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. നന്നായിട്ട് നമ്മൾ റൂട്ടൊക്കെ പിടിപ്പിച്ചാണ് ഈ ഒരു പ്ലാന്റ്സൊക്കെ നമ്മൾ കൊടുക്കുന്നത്. കലാത്തി പ്ലാന്റ്സ് ചെറിയൊരു റൂട്ടാണെങ്കിൽ പോലും നല്ല രീതിയിൽ വളർന്ന് കിട്ടുന്നൊരു വെറൈറ്റിയാണ്. അഗ്ലോണിമ പോലെയല്ല, നന്നായിട്ട് വെള്ളം വേണ്ട ഒരു പ്ലാന്റ് കൂടിയാണ് കലാത്തി. പിന്നെ വെയിലില്ലാത്ത സ്ഥലത്ത് നമ്മൾ വെക്കാൻ ശ്രമിക്കുക. വെയിലടിച്ചിട്ടുണ്ടെങ്കിൽ പ്ലാന്റിൻ്റെ ലീഫൊക്കെ കരിഞ്ഞു പോവും. അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റിന് 110 രൂപയാണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് കലാത്തി റോസി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇതും നല്ലൊരു ഡിമാൻഡുള്ള പ്ലാന്റ് തന്നെയാണ്. ഇതിൻ്റെ ഒരു പിങ്ക് ഷെയ്ഡ്, ഒരു റോസ് ഷെയ്ഡും കൂടി കയറി വരും. പ്ലാന്റിന് മെച്യൂർഡ് ആവും തോറും ലീഫിൻ്റെ സെൻറ്ററിൽ കൂടി ഒരു റോസ് ഷെയ്ഡും കൂടി കയറി വരും. നമ്മളിപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ്സ് ഒക്കെ ആയിരിക്കും കൊടുക്കുന്നത്. ഇതിൻ്റെ ഫുൾ പോട്ടൊക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. 280 ആണ് ഫുൾ പോട്ടിന്, 290 ആണ് ഫുൾ പോട്ടിന് റേറ്റ് വരുന്നത്. ഈ ഒരു സൈസ് പ്ലാന്റൊക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്, റോസിയുടെ പ്ലാന്റ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിൽ അയച്ചു തരാം. അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് 130 രൂപയാണ്, 130. നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. നല്ല ഡാർക്ക് ഗ്രീനിൽ ഇതുപോലെ വൈറ്റ് ലൈൻസ് വരുന്ന പ്ലാന്റാണ്. ഇതിപ്പോൾ 3 ഷൂട്ടുള്ള പ്ലാന്റാണ്. ഈ ഒരു സൈസ് വരുന്ന കണ്ടോ, ഇതുപോലെ നല്ല തിക്കായിട്ട് നിൽക്കുന്ന പ്ലാന്റാണ്.
ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിരിക്കും നമ്മൾ ബുഷ് പോട്ടാണ് കൊടുക്കുന്നത്. ഇതുപോലത്തെ ബുഷ് പോട്ടായിരിക്കും കൊടുക്കുന്നത്. ഈ ഒരു ബുഷ് പോട്ടിന് റേറ്റ് വരുന്നത് 230 രൂപയാണ്. 230 ആണ് റേറ്റ് വരുന്നത്. ഗ്രീൻ ലിപ്സ്റ്റിക്കിൻ്റെ മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ഒരു റേറ്റിന് കൊടുക്കുന്നത്. ബുഷ് പോട്ട് ഈ ഒരു സൈസായിരിക്കും വരുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് നല്ലൊരു പോട്ടിലോട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ചെറിയ പ്ലാന്റ്സ് അല്ലാത്തതുകൊണ്ട് നല്ല രസമായിട്ട് നിൽക്കുകയും ചെയ്യും. 230 ആണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഒരു റയർ വെറൈറ്റി കലാത്തിയാണ്. ഇത് നമുക്ക് എപ്പോഴും കിട്ടാറില്ല ഈ ഒരു കലാത്തി പ്ലാന്റ്. നല്ല റേറ്റ് ഉള്ളൊരു പ്ലാന്റ് കൂടിയാണ്. ഈ ഒരു സൈസൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. പുതിയ ലീഫൊക്കെ നല്ല വലിപ്പത്തിലാണ് വന്നിരിക്കുന്നത്. അതും ആ ലീഫിൻ്റെ പാറ്റേൺ കാണാൻ തന്നെ നല്ല രസമുള്ളൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെയും സെൻറ്ററിൽ കൂടി നമ്മുടെ റോസിയുടെ പ്ലാന്റ് പോലെ തന്നെ സെൻറ്ററിൽ കൂടി ഒരു പിങ്ക് ഷെയ്ഡ് കൂടി കയറി വരും. പ്ലാന്റ് മെച്യൂർഡ് ആവും തോറും നല്ല ബ്രൗൺ കളറിലെ സ്റ്റെമ്മാണ്. നല്ല രസമുള്ളൊരു വെറൈറ്റി തന്നെയാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മുടെ അടുത്ത് അധികം സ്റ്റോക്കില്ല. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ ഇത് കുറച്ച് റേറ്റുള്ള പ്ലാന്റ് ആട്ടോ. ഈ ഒരു പ്ലാന്റിന് അത്യാവശ്യം നല്ല റേറ്റുള്ള പ്ലാന്റാണ്. നമ്മൾ 225 രൂപയ്ക്കാണ് ഈ ഒരു സൈസ് പ്ലാന്റ് കൊടുക്കുന്നത്. ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് കൊടുക്കുന്നത്. 225 ആണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് നമ്മൾ നേരത്തെ കണ്ട ഗ്രീനും ഡാർക്ക് ഗ്രീനും അതുപോലെ നല്ല പിങ്ക് ലൈൻസും വരുന്ന കലാത്തി പ്ലാന്റിൻ്റെ ഫുൾ പോട്ടാണ്. ഇത് നല്ല ഹൈറ്റുള്ള പ്ലാന്റ് ആയതുകൊണ്ടാണ് ചില കസ്റ്റമർ ചോദിക്കാറുണ്ട് സിറ്റ് ഔട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് കുറച്ച് വലിപ്പമുള്ള പ്ലാന്റ് ഉണ്ടാവുമെന്ന്. അപ്പോൾ ഇതുപോലത്തെ പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇത്രയും ഹൈറ്റുള്ള പ്ലാന്റാണ്. ഇത്രയും നല്ല വലിപ്പത്തിൽ വന്നിരിക്കുന്ന പ്ലാന്റാണ്. നല്ല ഷൂട്ട്സും ഉണ്ട്. ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. 120ക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് സിംഗിൾ ഷൂട്ട്. അപ്പോൾ ഇത് ഇത്രയും ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. 300 ആണ് റേറ്റ് വരുന്നത്. ഇത്രയും വലിപ്പമുണ്ട് പ്ലാന്റിന്. നല്ല ഹൈറ്റും ഉണ്ട്. അത്യാവശ്യം ഹൈറ്റും ഉണ്ട് പ്ലാന്റിന്. അപ്പോൾ ഈ ഒരു പ്ലാന്റൊക്കെ നമുക്ക് ഡയറക്റ്റ് സൺലൈറ്റ് ഇല്ലാത്ത സ്ഥലത്ത് വെക്കുക. നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഷൂട്ട്സ് വന്നോളും. നമുക്ക് സിറ്റ് ഔട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ്. 300 ആണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ്. അഗ്ലോണിമ നല്ല ഭംഗിയുള്ളൊരു ലെഗസി എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഇതുപോലെ സെൻട്രിൽ കൂടി നല്ലൊരു പിങ്ക് ഷെയ്ഡും അതുപോലെ നല്ല ഗ്രീൻ ഷെയ്ഡും വരുന്നൊരു പ്ലാന്റാണ്. അതും ലീഫിൻ്റെ പാറ്റേൺ കാണാൻ നല്ല രസമാണ്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് തന്നെയാണ്. നല്ല ഷെയ്ഡും വന്നിരിക്കുന്ന ഒരു വെറൈറ്റിയാണ്. ഈ ഒരു സൈസ് പ്ലാന്റൊക്കെ ആയിരിക്കും. അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് തന്നെയാണ്. ഈ ഒരു സൈസ് പ്ലാന്റൊക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ്സ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിൽ അയച്ചു തരാം. അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് 230 രൂപയാണ്. 230 ആണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് പിങ്ക് എമറാൾഡ് എന്ന് പറഞ്ഞ പ്ലാന്റാണ്. ഇതിന് കളർ കയറി വരുന്നതേ ഉള്ളൂ. നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ്. അതുപോലെ തന്നെ നല്ല റേറ്റുള്ള പ്ലാന്റ് തന്നെയാണ്. എങ്ങനെ വന്നാലും മീഡിയം സൈസിനൊക്കെ 600 ഒക്കെ റേറ്റ് കൊടുത്താലേ നമുക്ക് ഈ ഒരു പ്ലാന്റ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിന്ന് ഓഫർ പ്രൈസിൽ തന്നെയാണ് കൊടുക്കുന്നത്. നമ്മൾ ഈ ഒരു പിങ്ക് ഷെയ്ഡ് നന്നായിട്ട് കയറി നല്ലൊരു പിങ്ക് ഷെയ്ഡിലോട്ട് വരുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റിൻ്റേത്. അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സൊക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 400 ആണ്. 400 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം. പ്ലാന്റ് മെച്യൂർഡ് ആകുമ്പോഴത്തേക്കും നല്ല കളർ കയറി വരും. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി തന്നെയാണ്. 400 ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. ഇതുപോലെ നല്ല ഷെയ്ഡ് കയറി വരുന്നൊരു വെറൈറ്റിയാണ്. നെക്സ്റ്റ് വരുന്നത് ഒരു ഫിലോഡൻഡ്രോൺ വെറൈറ്റിയാണ്. ഒരു ഹാർട്ട് ഷേപ്പിൽ വരുന്നൊരു ലീഫാണ്. അതും നല്ലൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് വരുന്നൊരു ലീഫാണ്. ഇതിൻ്റെ ഡബിൾ ഷൂട്ട് പ്ലാന്റാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതൊക്കെ നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് സിറ്റ് ഔട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റാണ്. ഇതൊക്കെ സിറ്റ് ഔട്ടിൽ നിൽക്കുന്നത് കണ്ടാൽ തന്നെ നല്ല ഭംഗിയാണ്. ഇത് ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ബുഷായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചുതരാം. ഈ ഒരു പ്ലാന്റ് നമ്മുടെ അടുത്ത് അധികം സ്റ്റോക്കില്ല. വളരെ സ്റ്റോക്ക് കുറവാണ്. 150 ആണ് ഈ ഡബിൾ ഷൂട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് അലോക്കേഷ്യ വെറൈറ്റിയാണ്. അലോക്കേഷ്യ അസ്ലിയ എന്ന് പറഞ്ഞ പ്ലാന്റാണ്. നല്ലൊരു ഷെയ്ഡ് വരുന്ന പ്ലാന്റാണ്. ഇതിൻ്റെ ഇപ്പോൾ ഷെയ്ഡ് എനിക്ക് ഇതിൻ്റെ അകത്ത് വീഡിയോയിൽ കാണുന്നുണ്ടോ എന്നറിയില്ല. നല്ല ഷെയ്ഡുള്ളൊരു പ്ലാന്റാണ്. ഇതുപോലെ നല്ല ഭംഗിയുള്ളൊരു പിങ്ക് പോലത്തെ ഒരു ഷെയ്ഡ് ഇതിൻ്റെ അകത്ത് കയറി വരും. അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും. ഇതൊക്കെ അത്യാവശ്യം റേറ്റുള്ള പ്ലാന്റ് തന്നെയാണ്. നമ്മൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും ഈ ഒരു അലോക്കേഷ്യ പ്ലാന്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ പെട്ടെന്ന് ഷൂട്ട്സ് വരും കേട്ടോ. അതിൻ്റെ താഴെ ഒരു കിഴങ്ങ് പോലെ ഉണ്ടാവും. അതിൽ നിന്ന് പെട്ടെന്ന് ഷൂട്ട്സ് വരും.
അപ്പോൾ നമ്മൾ ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് 225 രൂപയാണ്, 225 ആണ്. നെക്സ്റ്റ് വരുന്നത് ഒരു അഗ്ലോണിമയുടെ സീഡ്ലിങ്ങിൻ്റെ ഒരു കോംബോയാണ്. ഇത് അഗ്ലോണിമ നമ്മുടെ പിങ്ക് ഡാൽമേഷ്യൻ എന്ന് പറഞ്ഞ പ്ലാന്റാണ്. ഡാർക്ക് ഗ്രീനിൽ പിങ്ക് ഡോട്ട്സ് വരുന്ന വെറൈറ്റിയാണ്. നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. ഇതിൻ്റെ പുതിയ ലീഫ് കണ്ടാൽ അറിയാം, നല്ല വലിപ്പമുള്ള ലീഫാണ് വരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. ഇത് നമ്മൾ ഈ നെറ്റ് പോട്ടോടുകൂടി തന്നെ ആയിരിക്കും അയക്കുന്നത്. ഇപ്പോൾ താഴെ മണ്ണ്, ഈ നെറ്റ് പോട്ട് ആയതുകൊണ്ടാണ് മണ്ണ് താഴെ വീണെടുക്കുന്നത്. നെറ്റ് പോട്ടോടുകൂടി തന്നെ ആയിരിക്കും അയക്കുന്നത്. ഈ ഒരു സൈസൊക്കെ ആയിരിക്കും. സീഡ്ലിംഗ് സൈസ് എന്ന് പറഞ്ഞാൽ ചെറിയ സൈസ് പ്ലാന്റാണ്. അത് ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ്. ഇതൊക്കെ നമ്മൾ സിംഗിളായിട്ട് 120 റേറ്റിനൊക്കെ കൊടുത്തിരുന്ന പ്ലാന്റാണ്. അപ്പോൾ നമ്മളൊരു കോംബോ ആയിട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കാമെന്ന് വിചാരിച്ചു. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ റെഡ് ക്യാബേജ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. നല്ല ഡാർക്ക് റെഡിലോട്ട് മാറുന്നൊരു വെറൈറ്റിയാണ്. അതിൻ്റെ ലീഫിൻ്റെ പാറ്റേൺ കാണാൻ നല്ല ഭംഗിയാണ്. ലീഫ് നല്ല ക്യാബേജ് പോലെ ആയിരിക്കും ഇതിൻ്റെ ലീഫ് വരുന്നത്. ഞാൻ വേറൊരു പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം. അത് കുറച്ചും കൂടി ചെറിയ പ്ലാന്റാണ്, പക്ഷെ നല്ല ലീഫ് വന്നിരിക്കുന്നത് കണ്ടാൽ മനസ്സിലാവും. നല്ല ക്യാബേജിൻ്റെ ലീഫ് പോലെ വരുന്നൊരു വെറൈറ്റിയാണ്. ഇതുപോലെ ഇങ്ങനെ ചുരുണ്ട് ക്യാബേജിൻ്റെ ലീഫ് പോലെ വരുന്നൊരു വെറൈറ്റിയാണ്. റെഡ് ക്യാബേജ് എന്നാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത്. നല്ല ഡിമാൻഡുള്ള പ്ലാന്റാണ്. മീഡിയം സൈസിന് തന്നെ 2000 ഒക്കെ റേറ്റ് കൊടുത്ത് വാങ്ങിക്കുന്ന പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സ് കുറേ കസ്റ്റമർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കുറച്ച് പ്ലാന്റ്സ് മാത്രമേ നമ്മുടെ അടുത്ത് ഇനി സ്റ്റോക്കുള്ളൂ. നെക്സ്റ്റ് വരുന്നത് ഒരു പിങ്ക് വെറൈറ്റിയാണ്. ഇത് ഡയമണ്ട് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇതുപോലെ നല്ലൊരു പിങ്ക് ഷെയ്ഡ് വരുന്ന പ്ലാന്റാണ്. ഈ ഒരു സീഡ്ലിംഗ് സൈസ് തന്നെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഈ ഒരു സൈസ് പ്ലാന്റൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു 3 പ്ലാന്റാണ് നമ്മൾ കോംബോയിൽ വെച്ചിരിക്കുന്നത്. 390 ആണ് കോംബോ റേറ്റ് വരുന്നത്. വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം. നെക്സ്റ്റ് വരുന്നത് ഒരു കലേഡിയം വെറൈറ്റിയാണ്. കലേഡിയത്തിൽ നല്ല ഭംഗിയുള്ള, ഇത് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന കലേഡിയം പ്ലാന്റ് അല്ല. ഈ പ്ലാന്റ് മെച്യൂർഡ് ആവും തോറും ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് മാറി വൈറ്റ് ഷെയ്ഡ് തന്നെയായിട്ട് വരും. എന്നിട്ട് അതിലൊരു പിങ്ക് ഡോട്ട്സ് വരുന്നൊരു വെറൈറ്റിയാണ്. ഇത് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടാണ് കളറ് വരുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ ലാസ്റ്റ് വന്ന ലീഫ് കണ്ടാൽ അറിയാൻ പറ്റും. ഒരു നല്ല വൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ട്, അതിലൊരു പിങ്ക് ഡോട്ട്സ് വരുന്നുണ്ട്. അതുപോലെയാണ് വൈറ്റിൽ പിങ്ക് ഡോട്ട്സ് വരുന്ന ഒരു വെറൈറ്റിയാണ്. നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ നല്ലൊരു റെഡ് ഷെയ്ഡ് വരുന്ന പ്ലാന്റാണ്. ഇത് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റ് ആയതുകൊണ്ടാണ് ഈ ഒരു പ്ലാന്റ് മെച്യൂർഡ് ആവും തോറും ആ കളറ് കയറി വരുള്ളൂ. ഇതിൻ്റെ മദർ പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് കാണിച്ച പ്ലാന്റിൻ്റെ മദർ പ്ലാന്റ് എൻ്റെ കയ്യിലില്ല. ഇതിൻ്റെ മദർ പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ഇതെന്ന്. നല്ല രസമുള്ളൊരു പ്ലാന്റാണ്. അപ്പോൾ ഇതുപോലെ നല്ല റെഡ് ഷെയ്ഡായിരിക്കും കേട്ടോ. പ്ലാന്റ് മെച്യൂർഡ് ആവും. നല്ലൊരു ഇഷ്ടികയുടെ ആ ഒരു റെഡ് ഷെയ്ഡില്ല, ആ ഒരു കളറാണ് ഇതിൻ്റെ ലീഫിന് വരുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഷെയ്ഡായിരിക്കും ഇതിൻ്റെ ലീഫിന് വരുന്നത്. ഈ ഒരു പ്ലാന്റിൻ്റെ ബേബി പ്ലാന്റ്സ് ആണത്. അത്യാവശ്യം മീഡിയം സൈസ് പ്ലാന്റ് തന്നെയാണ്, തീരെ ചെറിയ പ്ലാന്റൊന്നുമല്ല. അപ്പോൾ ഈ ഒരു സൈസ്, ഈ ഒരു കളർ വരുന്നൊരു വെറൈറ്റിയാണത്. നെക്സ്റ്റ് വരുന്നത് ഒരു പിങ്ക് വെറൈറ്റിയാണ്. നല്ലൊരു അഗ്ലോണിമ പോലെയൊക്കെ ഇരിക്കുന്ന ഒരു വെറൈറ്റിയാണ്. അഗ്ലോണിമ നമ്മുടെ ഡയമണ്ടിൻ്റെ പ്ലാന്റൊക്കെ പോലെ ഇരിക്കുന്ന ഒരു വെറൈറ്റിയാണ്. നല്ലൊരു പിങ്കാണ്, നല്ലൊരു ഹാർട്ട് പോലത്തെ ഒരു ഷേപ്പുമാണ്. അപ്പോൾ ഈ ഒരു സൈസൊക്കെ ആയിരിക്കും നമ്മുടെ കലേഡിയം പ്ലാന്റ് കൊടുക്കുന്നത്. ഈ ഒരു കളറാണ് പ്ലാന്റിന് വരുന്നത്. ഇത് 3 കൂടി നമ്മളൊരു കോംബോ ആയിട്ടാണ് ചെയ്യുന്നത്. ഈ 3 പ്ലാന്റ്സിനും കൂടി കോംബോ റേറ്റ് വരുന്നത് 400 ആണ് റേറ്റ് വരുന്നത്. അപ്പോൾ വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിൽ അയച്ചുതരാം. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി നമ്മൾ പുതിയ നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ മിസ് ചെയ്യാതെ കാണുക എല്ലാവരും. അപ്പോൾ നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ പ്ലാൻസും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇനി വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ പുതിയ സ്റ്റോക്ക് വന്നിട്ടില്ല. പുതിയ സ്റ്റോക്ക് വന്ന ഉടനെ തന്നെ പുതിയ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക്